ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിജാസ് ഇക്കണോമിക് ക്ലാസ്സസ്. അടുത്തായിട്ട് നിങ്ങളോട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയത്തെ കുറിച്ചാണ്. എന്താണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം? ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഈസ് ഡിഫൈൻഡ് ആസ് ദ പൊസിഷൻ ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എത്തുന്ന ആ പൊസിഷൻ, അതിനെയാണ് എന്ന് പറയുക കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. എപ്പോഴാണ് ഇൻഡിഫറൻസ് കർവ് ബജറ്റ് ലൈനിനെ ടാൻജൻ ചെയ്യുന്നത്, തൊടുന്നത്, ആ ബിന്ദുവിലാണ് ഒരു കൺസ്യൂമറിന് ഇക്വിലിബ്രിയം ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് നിസ്സംഗത വക്രം നമ്മൾ പഠിച്ചു. അതായത് ഇൻഡിഫറൻസ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ഇടത്തുനിന്ന് വലത്തോട്ട് ചെരിഞ്ഞു താഴുന്നു. ഇതിൽ മൂന്ന് ഇൻഡിഫറൻസ് കർവുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. IC1, IC2, IC3. ഹയർ ഇൻഡിഫറൻസ് കർവ് കാണിക്കുന്നത് ഹയർ സാറ്റിസ്ഫാക്ഷൻ ആണെന്ന് നമുക്കറിയാം. പക്ഷേ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ഇൻഡിഫറൻസ് കർവ് ബജറ്റ് ലൈനിനെ ടാൻജൻ ചെയ്യുന്ന ബിന്ദുവിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം BL എന്ന് പറയുന്ന ഒരു ബജറ്റ് ലൈൻ വരയ്ക്കാം. ഇടത്തുനിന്ന് വലത്തോട്ട് ചെരിഞ്ഞു താഴുന്നു. പിന്നെ മൂന്ന് ഇൻഡിഫറൻസ് കർവുകൾ വരയ്ക്കുന്നു. IC1, IC2, IC3. അതിൽ IC1 എന്ന് പറയുന്നത് ബജറ്റ് ലൈനിന് താഴെ കൂടെയാണ് പോകുന്നത്. IC2 എന്ന് പറയുന്നത് ബജറ്റ് ലൈനെ തൊട്ടുകൊണ്ടാണ് പോകുന്നത്. IC3 അതിന് മുകളിലൂടെയാണ് പോകുന്നത്. അപ്പോൾ IC1 അല്ല, IC2 ആണ് ബജറ്റ് ലൈനെ ടാൻജൻ ചെയ്യുന്നത്, തൊടുന്നത്. ആ ബിന്ദുവിലാണ് ഒരു കൺസ്യൂമറിന് ഈക്വിലിബ്രിയം പൊസിഷൻ ലഭിക്കുന്നത് എന്ന് പറയാം. അതായത് ഉപഭോക്താവ് സന്തുലിതാവസ്ഥയിൽ എത്തിയതെന്ന് പറയാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡയഗ്രാം ഉണ്ട്. ആ ഡയഗ്രാം നമുക്കതിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.